എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ആഴ്ച 25 വയസ്സ് മാത്രം പ്രായമുള്ള ലെന ജോൺ എന്ന ഒരു പെൺകുട്ടി, അവർ ഒരു നേഴ്സാണ്, അവർ മരണപ്പെട്ടു. ഇതിൻ്റെ പിന്നിൽ അവർ കുഴിമന്തി കഴിച്ചതിന് ശേഷം അവരുടെ ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാകുകയും തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു എന്നാണ് പൊതുവെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല. ഇതിൻ്റെ പിന്നിൽ ലവ് ജിഹാദാണ് എന്നുള്ള പുതിയ ഒരു ആരോപണം ചില മാധ്യമങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവരുടെ മരണം സ്വാഭാവികമായ ഒരു മരണമല്ല, മറിച്ച് ഇവരെ ബോധപൂർവം ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയതായിരിക്കാം എന്നുള്ളത് ഇവിടെ ഒരു വലിയ ചർച്ചാ വിഷയമാകുകയാണ്. പല മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളും ഫേസ്ബുക്ക് പേജുകളും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ്. ഇവർ ലവ് ജിഹാദിൻ്റെ ഇരയായി എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ. ഇപ്പോൾ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഞാൻ വായിച്ചു, പല ഓൺലൈൻ മാധ്യമങ്ങളുടെ വാർത്തകളും ഞാൻ വായിച്ചു. അതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ ഒളരി മദർ ആശുപത്രിയിലെ നേഴ്സിംഗ് സംഘടനയുടെ നേതാവായിരുന്ന ലെന ജോൺ എന്ന 25 വയസ്സുകാരിയായ പെൺകുട്ടി നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ഒടുവിൽ ചേതനയറ്റ ശരീരം. കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുള്ള മരണം എന്ന് പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്ന യുവാക്കൾ ഡോക്ടർ ചമഞ്ഞ് വീട്ടുകാരെ വിളിച്ചു. നാട്ടുകാർ തടഞ്ഞുവെച്ചു. ശരീരത്തിലെ അസ്വാഭാവികമായ പാടുകളിൽ സംശയം. ലെനയുടെ മരണത്തിൽ ദുരൂഹതയേറുകയാണ്. പതിപോലെ ചില മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന ആരോപണം ഉയർത്തിയതോടുകൂടെ ഈ വിഷയം അതിഗൗരവപരമായിട്ടാണ് അധികൃതർ കാണുന്നത്. വീട്ടിൽ നിന്ന് പോയ ലെന അവിടെ ആലുവയിൽ ഓസോൺ ഹോട്ടലിൽ 3 ദിവസത്തോളം താമസിച്ചിരുന്നതായി വിവരമുണ്ട്. ഈ ദിവസങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നും ലെനയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ രേഖകൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഈ ലെനയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ ഡോക്ടർ ആണ് എന്നുള്ള വ്യാജേനയാണ് വീട്ടിലേക്ക് വിളിച്ചത്. 3 ദിവസത്തോളം ഇവർ ഒരു ഹോട്ടലിൽ താമസിച്ചു എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. വാർത്ത പുറത്തു വരുന്നത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാകുകയും പിന്നീട് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ പാലക്കാട് വടക്കാഞ്ചേരിയിൽ മുണ്ടപ്ലാക്കൽ ജോണിൻ്റെ മകൾ ലെന ജോൺ 25 വയസ്സ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞത്. ഭക്ഷണത്തിലെ വിഷബാധയാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലായത്. എന്നാൽ ഇതിൽ ചില ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുകയും അതങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ മുമ്പോട്ട് വെക്കുന്നത്. കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ രക്തസമ്മർദ്ദം കുറഞ്ഞ ലെനയെ അർഷാദ്, സുഹൈൻ എന്നിവർ ചേർന്നാണ് ആലുവയിലെ നജാദ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അവിടെ വെച്ച് ലെന മരണപ്പെടുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും വീട്ടുകാരെ വിളിച്ച യുവാക്കളിൽ ഒരാൾ താൻ ഡോക്ടറാണ് എന്നുള്ള വ്യാജേനയാണ് സംസാരിച്ചത്. ലെന സീരിയസ് ആണ് എന്നാണ് അവർ ആദ്യം അറിയിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർഷാദ്, സുഹൈൻ എന്ന 2 ചെറുപ്പക്കാരാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഇത് ലവ് ജിഹാദ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പുറത്തു വരുന്ന വാർത്തകൾ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന, എത്ര കേട്ടാലും എത്ര അറിഞ്ഞാലും ഈ ലവ് ജിഹാദിൽ ക്രൈസ്തവ ഹിന്ദു പെൺകുട്ടികളെ കുരുക്കി അവരുടെ ജീവിതത്തെ തകർക്കുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ജിഹാദികൾ നമ്മുടെ ചുറ്റും കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്ന് സഭകളും സംഘടനകളും വാർത്താ മാധ്യമങ്ങളും ഒക്കെ വളരെ ശക്തമായി പറയുമ്പോഴും അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും
പിന്നെയും ഈ ലവ് ജിഹാദ് പോലുള്ള കുരുക്കളിൽ ചെന്ന് പെൺകുട്ടികൾ വീഴുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കാണുകയാണ്. കോതമംഗലത്ത് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതാണ്. അത് വലിയ വിവാദമുണ്ടാകുകയും മതം മാറാൻ നിർബന്ധിക്കുകയും ഈ പെൺകുട്ടിയെ വീടിനകത്ത് കൊണ്ട് പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഇങ്ങനെ ലവ് ജിഹാദ് നടത്തി തങ്ങളുടെ മതത്തിലേക്ക് ആളുകളെ ചേർക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുന്ന ഇവരിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിക്കാൻ മാതാപിതാക്കൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. വളരെയധികം പാടുപെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പിന്നീട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാക്കളെ കുടുക്കി നാട്ടുകാർ ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിച്ചതോടെ ഒപ്പമുണ്ടായിരുന്ന അർഷാദും സുഗൈനും അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു. രണ്ടും ജിഹാദികളാണ്. ഈ പെൺകുട്ടിയെ ഇവർ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷം ഇവർ മുങ്ങാൻ ശ്രമിച്ചു. എന്നാൽ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതരും നാട്ടുകാരും CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഇവരെ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ദുരൂഹത വർദ്ധിക്കുന്ന ഘട്ടങ്ങളിൽ ലെനയുടെ ശരീരത്തിൽ അസ്വാഭാവികമായ പാടുകൾ കണ്ടിരുന്നുവെന്നും ഇത് സമ്മർദ്ദം മൂലം ഡോക്ടർമാർ അവഗണിച്ചതാകാം എന്നും ബന്ധുക്കൾ ആരോപിക്കുകയാണ്. വിദേശത്തേക്ക് ജോലിക്ക് പോകാനായി IELTS പഠിക്കാൻ എറണാകുളത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് സുഹൃത്തുക്കളോട് ലെന പറഞ്ഞിരുന്നത്. എന്നാൽ 1 വർഷം മുമ്പേ ലെന ഈ കോഴ്സ് പാസ്സായതാണെന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം നേഴ്സിംഗുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വാങ്ങുവാനാണ് മകൾ പോയതെന്ന് പിതാവ് ജോൺ പറയുകയാണ്. വീട്ടിൽ നിന്ന് പോയ ലെനയെ ആലുവയിലെ ഓസോൺ ഹോട്ടലിൽ 3 ദിവസത്തോളം താമസിപ്പിച്ചതായി വിവരമുണ്ട്. ഈ ദിവസങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നും ലെന ആരുടെ കൂടെ ആയിരുന്നു എന്നതിനെക്കുറിച്ചും പോലീസ് ഹോട്ടൽ രേഖകൾ പരിശോധിച്ച് വരികയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലെനയെ ആശുപത്രിയിലെത്തിയ യുവാക്കൾക്ക് പെൺകുട്ടിയുമായുള്ള ബന്ധം എന്താണെന്നും മരണത്തിന് പിന്നിൽ മറ്റിടപാടുകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ സംഭവം ഏതാണ്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദിനിരയായി വീണ്ടും ഒരു പെൺകുട്ടി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കുകയാണ്. നമ്മൾ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഈ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ക്രൈസ്തവ ഹിന്ദു പെൺകുട്ടികളെ ഏത് വിധേനയിലും കുരുക്കി അവരെ ലവ് ജിഹാദിലൂടെ തങ്ങളുടെ മതത്തിലേക്ക് ആനയിക്കുന്ന, അല്ലെങ്കിൽ മതത്തിലേക്ക് ബലാത്കാരമായി നിർബന്ധിതമായി ഇവരെ മതപരിവർത്തനം ചെയ്യുന്ന ഒരു വലിയ ലോബി തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാടൊക്കെ എത്രമാത്രം മാറിയിരിക്കുന്നു, എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ നെഞ്ചത്ത് കൈവച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു രീതിയിലും പെൺകുട്ടികൾക്ക്, ക്രൈസ്തവ ഹിന്ദു പെൺകുട്ടികൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജിഹാദികളുടെ ഒരു വളർച്ചയും അതോടൊപ്പം തന്നെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA എന്നിവയുടെ വിൽപ്പനയും അതിൻ്റെ ഉപയോഗവും വർദ്ധിക്കുന്നു. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഉപയോഗം കൂടുകയും ചെയ്യുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, അവരുടെ പെൺകുട്ടികളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിക്കുക. ഓരോ ദിവസം ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഈ ജിഹാദികളോട് അകന്നു നിൽക്കുക. കഴിയുന്നിടത്തോളം ഇവരുമായി യാതൊരു വിധമായ ഫ്രണ്ട്ഷിപ്പും ഉണ്ടാക്കാതെ മുമ്പോട്ട് പോകുക എന്നൊക്കെ മാത്രമേ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നമ്മൾ ഒരു പ്രത്യേക വിഭാഗത്തെ നമുക്ക് അവരെക്കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുകയല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ പ്രതിദിനം ഇതുപോലെയുള്ള ലവ് ജിഹാദ് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. നിരവധി പെൺകുട്ടികൾ മരണത്തിന് കീഴടങ്ങിയും നിരവധി പെൺകുട്ടികൾ ഇവിടുന്ന് സിറിയയിലേക്കും
ലെബനിലേക്കും മറ്റ് പല ഇസ്ലാമിക് രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായി തീരും എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുകയില്ല. യോഗി സർക്കാർ ഇവന്മാരെയൊക്കെ പിടിച്ച് കയ്യും കാലും തല്ലി ഓടിക്കും, ഓൺ ദ സ്പോട്ടിൽ, അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്ത് തീർക്കും. കേരളത്തിലെ സർക്കാരിന് അതിനുള്ള കഴിവില്ല. കഴിവുകെട്ട ഒരു സർക്കാരും കഴിവുകെട്ട ഒരു പ്രതിപക്ഷവും ഇസ്ലാമിക് മതതീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പല ആളുകളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുളച്ചു വന്നിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ നമ്മളുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും? പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുന്ന ഈ ജിഹാദി കൂട്ടങ്ങളുടെ നടുവിൽ നിന്ന് ഈ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം പള്ളികളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വരുന്ന വാർത്തകളൊക്കെ കുട്ടികളുടെ ഇടയിൽ എത്തിക്കുകയും അവരോട് ഈ പറഞ്ഞു മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള ഈ ലവ് ജിഹാദിൻ്റെ പുറകെ നടക്കുന്ന ഈ ജിഹാദി കൂട്ടങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും കഴിയുന്നിടത്തോളം ഇവരുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കാതെ മുൻപോട്ട് പോകണം എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്.